വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് ദൈവത്തിൻ്റെ ഈ വചന ശുശ്രൂഷ നിർവഹിക്കുന്ന ഞാനല്ല, സൗത്ത് കേരള സെക്ഷൻ സെക്രട്ടറി ആണ് ഇന്ന് ദൈവത്തിൻ്റെ ദൂത് സംസാരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ചാർജിട്ട് പോകാം എന്ന് കണക്കാക്കി മാത്രമാണ്. എങ്കിലും ഇങ്ങനൊരു അവസരം എനിക്ക് ദൈവം ഒരുക്കിയതിനാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ ഇന്നലെ മെനഞ്ഞാന്ന് മുതലേ നല്ല പനിയും ചുമയും പ്രയാസങ്ങളൊക്കെ ആയിട്ടാണ് കടന്നു വന്നത്. വരണ്ടാൻ തീരുമാനിച്ചതാണ്. പിന്നെയും പിന്നെ ഒരു ദിവസത്തെയും മാറ്റി വയ്ക്കണ്ട, പോയി ചാർജ് എടുക്കാം. ഞാനിരുന്ന ചർച്ചിൽ ചാർജ് ഒഴിഞ്ഞിട്ടില്ല, എങ്കിലും സമയം വെറുതെ വെച്ചായില്ലോ കണക്കാക്കി എന്ത് ചെയ്തു ഇന്ന് കടന്നു വന്നതാണ്. ശരിക്കും വയ്യാതെ തന്നെയാണ് വന്നത്. വരുന്ന വഴിക്ക് ഭയങ്കരമായ മഞ്ഞും തണുപ്പൊക്കെ ആയിരുന്നു. അതെല്ലാം നന്നായിട്ട് വിറച്ചുകൊണ്ടാണ് വന്നത്. കാര്യം മഞ്ഞ് വീഴ്ക്കുന്ന സമയത്താണ് ഞാൻ ഒരു 5-6:30 മണിക്കേക്ക് അവിടെ എന്ത് ചെയ്തു ഇറങ്ങി. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തില്ല, ശരിക്കും ഞാൻ എന്ത് ചെയ്തില്ല, തുടർന്നില്ല. അതുകൊണ്ട് ശബ്ദത്തിന് വേരിയേഷൻ സംഭവിക്കാം, ചുമ ഉണ്ടായിരിക്കാം, അങ്ങനെ വളരെ പ്രയാസം ഉണ്ടായിരിക്കും. ഞാൻ കണക്കാക്കിയത് സെക്രട്ടറി സംസാരിക്കില്ല, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് കണക്കാക്കി വന്ന. എങ്കിലും ഇന്ന് നിങ്ങളെ കാണുവാനും നിങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കുവാനും സർവീസ് തന്നെ കർത്താവ് ഒരുക്കിയ അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുക. ഞാൻ ഇതിനു മുമ്പ് ഈ ആലയത്തിൽ വന്നിട്ടുണ്ട്. ഈ ആലയത്തിലെ ശുശ്രൂഷയെ ഞാൻ പ്രത്യേകിച്ച് ഓർക്കുക ആയിരുന്ന വ്യക്തി. ഞാൻ അദ്ദേഹമൊക്കെ ഒരേ കാലഘട്ടത്തിൽ ദൈവയുടെ ഭാഗത്ത് കടന്നു വന്നവരാണ്. ഞാൻ മോഹൻകുമാർ സാറ്, വിജയൻ സാറ്, തങ്കച്ച സാറ്, അങ്ങനെ കുറേ ആളുകൾ നമ്മൾ ഒരുമിച്ച് ഈ വേലയുടെ ഭാഗത്തേക്ക് കടന്നു വന്നവരാണ്. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ തൻ്റെ സമയത്ത് ചെയ്തു, തൻ്റെ സമയം പൂർത്തിയാക്കി, തൻ്റെ വേല തികച്ച് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകും. നമ്മളെല്ലാവരും കടന്നു പോകുന്നത് നഷ്ടങ്ങളെ ഓർത്ത് ആരും എന്ത് ചെയ്യില്ല, വിലപിക്കേണ്ട കാര്യമില്ല. എല്ലാവരും നഷ്ടപ്പെടും. ഞാൻ നഷ്ടപ്പെടും, നമ്മുടെ മാതാപിതാക്കൾ നഷ്ടപ്പെടും, നമ്മുടെ കുഞ്ഞുമക്കൾ നഷ്ടപ്പെടും. വിലപിച്ചിട്ടുള്ള കാര്യമുണ്ട്. ദൈവം തന്നതായ ആ ആത്മാ, ആ ജീവൻ ദൈവം തിരിച്ചെടുക്കുമ്പോൾ ചെയ്യേണ്ടി വരും, നമ്മളെല്ലാം ദുഃഖിക്കേണ്ടി വരും. പക്ഷെ എന്ത് ചെയ്യണ്ട, നമ്മൾ അതിനെ ഓർത്ത് ജീവപര്യന്തം എന്ത് ചെയ്യണ്ട, വിലപിക്കേണ്ട കാര്യമില്ല. എല്ലാവരും നഷ്ടം. ഞാൻ ദീർഘിപ്പിക്കാൻ ഗുണം ആഗ്രഹിക്കും. എങ്കിലും ചില മുഖങ്ങളേക്ക് എനിക്കറിയാം, ക്രിസ്തുവിനെ പണ്ടേ അറിയാം. അതുപോലെ തന്നെ ചില മുഖങ്ങളേക്ക് എനിക്ക് അറിയാം, ചിലരേക്ക് വാട്സാപ്പിലൂടെ കണ്ടിട്ടും. എങ്കിലും വീണ്ടും ഈ ദേശത്തിൽ എനിക്ക് ചാർജ് തന്നില്ല തരികയാണെങ്കിൽ നിങ്ങളോടൊപ്പം ഒരുമിച്ച് ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കാം. പക്ഷേ എനിക്കൊന്നും വേണം, നിങ്ങളുടേതായ സ്നേഹവും സഹകരണവും എനിക്ക് വേണം. അത് എന്ന് ലഭിക്കുന്നില്ല എന്ന് എനിക്ക് ബോധ്യമാകുന്നുവോ അന്ന് ഞാൻ എന്ത് ചെയ്യും, ഈ സഭ വിട്ട് വേറെ സഭയിലേക്ക് കടന്നു. അതെനിക്ക് ആവശ്യമാണ്. നിങ്ങളുടെ സ്നേഹവും ഞങ്ങൾക്ക് ദൈവവേല ചെയ്യുന്ന ഞങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം മാത്രമാണ്. നിങ്ങൾ ഓർക്കണം, വേറെ പ്രതിഫലമൊന്നുമില്ലെങ്കിലും ഞങ്ങൾക്ക് ലഭിക്കുന്ന, നമുക്ക് ദൈവവേലക്കാർക്ക് ലഭിക്കുന്നതായ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്നേഹവും സഹകരണവും. അതുകൊണ്ട് അതെനിക്ക് ഞാൻ എത്ര നാൾ തുടരുന്നുവോ അത്രയും നാളും എനിക്ക് ലഭ്യമായി തീരണം. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന ഇത്തരണത്തിൽ ഞാൻ വാഗ്ദത്തം ചെയ്യാം. ചാർജ് ലഭിച്ചില്ലെങ്കിൽ പോലും ഞാനിത് മുൻകൂട്ടി പറയുകയാണ്. എന്നാൽ അല്പനേരത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നതായ വേദഭാഗം സങ്കീർത്തനം 12:1 വാക്യം. സങ്കീർത്തനങ്ങൾ 12:1 വേദഭാഗം നമുക്ക് വായിക്കാം. രക്ഷിക്കണമേ, ഭക്തന്മാരില്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. കണ്ണുകളുടെ ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, കർത്താവേ, തിരുനാമത്തിന് സ്തോത്രം. പ്രഭാതത്തിൽ കേൾപ്പിച്ചതായ വചനത്തിനായി നന്ദിയോടെ അടിയങ്ങൾ സ്തുതി
സർവശക്തനായ നാഥ, ഈ വചനത്തിന്റെ പൊരുളുകളെ ശ്രദ്ധാരിപ്പാൻ തക്കവണ്ണം കർത്താവിനെ എടുത്ത് വിനിയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം അങ്ങയുടേത്, വചനം കേൾക്കുന്നതായ പ്രിയമുള്ളവരും അങ്ങയുടേത്. അതിനാൽ കർത്താവെ, വചനം കേട്ട് അനുഗ്രഹം പ്രാപിച്ചവരായിട്ട് ഞങ്ങളുടെ പ്രിയമുള്ളവർ ഈ ആലയം വിട്ട് കടന്നു പോകുവാൻ അങ്ങ് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിക്കുന്ന അടിയനെയും കർത്താവിന്റെ കരങ്ങളിൽ താഴ്ത്തി ഫലമേൽപ്പിക്കുന്നു. അടിയനെ അനുഗ്രഹിക്കണം, ആശീർവദിക്കണം, കൃപയിൽ സൂക്ഷിക്കണം, മാനവും മഹത്വവും എടുക്കണം. സകലവും യേശുക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അപ്പോ ഈ വചനം നിങ്ങൾക്ക് ഇതിനു മുമ്പ് അറിയാവുന്നതായിരുന്നതായിരിക്കും അല്ലേ? എന്താ പറയുന്നത്? യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. പിന്നെന്താ പറയുന്നത്? വിശ്വസ്തന്മാർ മനുഷ്യപ്പന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം എന്ന് പറയുന്നത് വിശ്വസ്തരായിരിക്കുക. എന്താണ് വിശ്വസ്തരായിരിക്കുക? വലിയ പാടുള്ള കാര്യം. എന്താ വിശ്വസ്തരായിരിക്കുന്നു അല്ലേ? നമ്മൾ എത്ര പേര് വിശ്വസ്തരായിരിക്കുന്നു? ഏത് കാര്യങ്ങളിലൊക്കെ നമ്മൾ വിശ്വസ്തരായിരിക്കുന്നു? ഏതൊക്കെ കാര്യങ്ങളിലാണ്? ദൈവിക കാര്യങ്ങളിൽ നമ്മൾ വിശ്വസ്തരാണോ? കാര്യങ്ങളിൽ വിശ്വസ്തരാണോ? ദൈവിക കാര്യങ്ങൾ, ദൈവത്തിന്റെ വേല ചെയ്യുന്നതിന് വേണ്ടി എല്ലാവരും ദൈവം വിളിച്ചിരിക്കുക. എന്തിനു വേണ്ടി? ദൈവത്തിന്റെ വേല ചെയ്യുവാൻ തക്കണം. ഞാനും നിങ്ങളും ഒക്കെ ചെയ്തത് തന്നെയാണ്. ഇത് തന്നെയാണ് ദൈവത്തിന് വേല ചെയ്യും. എങ്കിൽ എത്ര പേർ വിശ്വസ്തരായിരിക്കുന്നു നമ്മൾ നോക്കണം. ഏത് കാര്യത്തിലാണ് നമ്മൾ വിശ്വസ്തരായിരിക്കുന്നത്? ഏത് കാര്യത്തിൽ വിശ്വസ്തരായിരിക്കുന്നു? ദാവീദ് ആരായിരുന്നു? ദാവീദ് ആരായിരുന്നു? രാജാവായിരുന്നു. അത് മുമ്പാരായിരുന്നു? ആട്ടിടയനായിരുന്നു. ദാവീദ് ദൈവത്തോട് വർദ്ധിച്ചു പറഞ്ഞത് എങ്ങനെയാണ്? എനിക്ക് ദൈവത്തിന്റെ ആലയത്തിലെ ഒരു കാവൽക്കാരനായിരുന്നാൽ മതി. അങ്ങനെ ഒരു അവസരം എനിക്ക് ലഭിച്ചാൽ അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ഞാൻ കാണുകയാണ്. ദാവീദ് രാജാവാണ്. രാജാക്കന്മാർ യഥാർത്ഥത്തില് അങ്ങനെ ഒരു താഴ്ന്ന തലത്തിലേക്ക് എത്തിയിട്ടില്ല, ചിന്തിക്കത്തില്ല അല്ലേ? എങ്കിലും ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? ദൈവത്തിന്റെ ആലയത്തിലെ ഒരു കാവൽക്കാരനായിരുന്നാൽ മതിയായിരുന്നു. എന്നെ ദൈവത്തിന്റെ ആലയത്തിലെ ഒരു വാതിൽ കാവൽക്കാരനായിരുന്നാൽ മതിയായിരുന്നു അല്ലേ? അങ്ങനെ ഒരു വാതിൽ കാവൽക്കാരൻ തന്റെ സേവനം, ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന തന്റെ സേവനം, അത് വിശ്വസ്തയോടുകൂടി ചെയ്യുന്നുണ്ടോ ഇല്ലയോ നമ്മൾ മനസ്സിലാക്കണം. നമ്മെ ഏൽപ്പിച്ചത് ചിലപ്പോൾ ഈ ആലയവും മത്സരമൊക്കെ ഒന്ന് തൂത്തു വൃത്തിയാക്കാനായിരിക്കും ഏൽപ്പിക്കുന്നത്. അത് വിശ്വസ്തയോട് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ടോ? രാവിലെ വരിക, ശബദില് അല്ലെങ്കിൽ ശബദിന് എന്നാണ് പകൽ തുറക്കുന്നത്? തലേദിവസം തുറക്കോ? വെള്ളിയാഴ്ച തുറക്കോ? നല്ല. അപ്പൊ അന്ന് വൃത്തിയാക്കി, ഒന്ന് കഴുകി, ഒന്ന് തുടച്ച് എല്ലാം വൃത്തിയാക്കി മനോഹരമാക്കിയിടുന്നത് ആള് വിശ്വസ്തൻ തന്നെയാണ്. തന്നെ ഏർപ്പിച്ചിരിക്കുന്ന ദൗത്യം വിശ്വസ്തയോടുകൂടി ചെയ്യും. നമ്മൾ ഏൽപ്പിക്കുന്ന ചെറിയ ശുശ്രൂഷ, ചില ആളുകളുണ്ട്, ചില സ്ഥലം ഞാൻ ഇരുന്ന ചില സ്ഥലങ്ങളില് ആരും ദീക്കന്റെ മൂപ്പന്റെയൊക്കെ വേല ചെയ്യാനായിട്ട് മടിയാണ്. എന്ന് പറഞ്ഞാൽ രാവിലെ വരണം, കാര്യം ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണ്? ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ആ കാര്യം കൊണ്ട് മറന്നു പോകും. അപ്പൊ രാവിലെ ഉറപ്പ് വന്നിട്ട് പള്ളിയിൽ വന്ന് തൂക്കണം, മാരണം, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം? താമസിച്ചു പോകാം അല്ലേ? താമസിച്ചു പോകാം. എല്ലാവരും വന്നതിന് ശേഷം ആരൊക്കെ നേരത്തെ വന്നത് അത് കൂത്തോളും, അല്ലെങ്കിൽ തുടച്ചോളും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം? താമസിച്ചു പോകാം. അത് വിശ്വസ്തനാണോ? അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് നടക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദൈവം പറയുന്നു, നീ വിശ്വസ്തനായിരിക്കുക. വിശ്വസ്തനാണോ പ്രിയമുള്ളവരെ? ദൈവത്തിന് വചനം പറയുന്നു, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യന്മാരിൽ ഒതുങ്ങിയിരിക്കുന്നു. ദൈവം നോക്കിയാണ് വിശ്വസ്തന്മാർ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ വിശ്വസ്തന്മാരുടെ എണ്ണം കുറവാണ്. അതുപോലെ
വിശ്വസ്തന്മാരായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കാര്യം നിങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ദൈവം ആരാ? വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. ആ ദൈവമാണ് നിങ്ങളെയും വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദൈവം വിശ്വസ്തനാണ്. ആവർത്തന പുസ്തകം 32-ന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എന്താ പറയുന്നത്? അവൻ പാറ, അവനെന്താ? അവൻ പാറ, അവന്റെ പ്രവൃത്തി അത്യുത്തമം, അവന്റെ വഴികളൊക്കെയും ന്യായം. അവൻ ചെയ്യുന്നു, അവൻ വിശ്വസ്തതയുള്ളതായ ദൈവം, വ്യാജമില്ലാത്തവൻ, നീതിയും നേരുള്ളവൻ. അവൻ നമ്മുടെ ദൈവം അല്ലേ? എന്താ പറയുന്നത്? ആവർത്തനം 32-4 വായിച്ചൊന്ന് അവൻ വായിക്കേ, പെട്ടെന്ന് വായിക്കേ. അവന്റെ പ്രവൃത്തി അത്യുത്തമം, അവന്റെ വഴികളൊക്കെയും ന്യായം. അവൻ വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, നീതിയും നേരുള്ളവൻ. അതാണ് നമ്മുടെ ദൈവം. ആ ദൈവമാണ് നിങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളും ആരായി മാറണം? വിശ്വസ്തതയുള്ളവരായി മാറണം. ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ വിശ്വസ്തത ആചരിക്കുന്നു, നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തില് നിങ്ങൾ ആരൊക്കെ വിശ്വസ്തത കാണിക്കുന്നു എന്ന് നിങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ദൈവം നോക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന വേലയിരുന്നു അലക്ഷ്യമായിട്ട് ചെയ്യുക. ദൈവം നിങ്ങളെ സ്നേഹിക്കുമോ? നിങ്ങളെ വിളിച്ചതായ ദൈവം നിങ്ങളെ സ്നേഹിക്കുമോ ഇല്ലയോ? നിങ്ങൾ ചെയ്യുന്ന വേല അത് ആത്മാർത്ഥതയോടുകൂടി വിശ്വസ്തയോടുകൂടി ചെയ്യുമ്പോൾ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. സങ്കീർത്തനം 31-ന്റെ 5-ാമത്തെ വാക്യം എന്താ പറയുന്നത്? 31-ന്റെ 5-ാമത്തെ വാക്യം, നിന്റെ കയ്യിൽ ഞാൻ എന്റെ ആത്മാവിനെ ഫലമേൽപ്പിക്കുന്നു. വിശ്വസ്ത ദൈവമായ യഹോവേ, നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. നീ എന്തിരിക്കുന്നു? വീണ്ടെടുത്തിരിക്കുന്നു. കാര്യമെന്താ? അത് വിശ്വസ്തയുടെ ദൈവമായിരുന്നു. വിശ്വസ്തതയുള്ള ദൈവമാണ് നിങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യണം, ജീവിതത്തിലെ വിശ്വസ്തത ആചരിക്കണം അല്ലെ? നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം, വിശ്വസ്തത ആചരിക്കണം. കുടുംബ ജീവിതത്തിൽ നമ്മൾ വിശ്വസ്തത ആചരിക്കണം. കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് നമ്മൾ വിശ്വസ്തത ആചരിക്കണം. സാമൂഹ്യപരമായ കാര്യങ്ങൾ നമ്മൾ വിശ്വസ്തത ആചരിക്കണം. എല്ലാ കാര്യം നമ്മൾ നിസ്സാരമെന്ന് കാണുന്ന കാര്യം പോലും ദൈവം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അല്ലെ? നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ആരായി മാറണം? വിശ്വസ്തരായി മാറണം എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് തന്നെ പഠിപ്പിക്കുക. നമ്മൾ നിസ്സാരമായി കാണുന്ന കുഞ്ഞു കാര്യങ്ങൾ പോലും അറിയണം, വിശ്വസ്തയോടുകൂടി ചെയ്യണം. അടുക്കളയിലെ വേലകൾ, അടുക്കളയിൽ ചെയ്യുന്നതായ കാര്യങ്ങൾ വിശ്വസ്തയോടുകൂടി ചെയ്യണം. ആർക്കും വെട്ടമൊന്നും കൊടുക്കാതെ ചെയ്യണം. അതില് വിശ്വസ്തയോടുകൂടി ചെയ്യണം അല്ലേ? അപ്പോ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ വിശ്വസ്തത ആചരിക്കുന്നവരായി മാറണം. 35-ാമത്തെ വാക്യം എന്ന് പറയുന്നത്, നിന്റെ കയ്യിൽ ഞാൻ എന്റെ ആത്മാവിനെ ജീവിക്കുന്നു, ഫലമേൽപ്പിച്ചിരിക്കുന്നു. വിശ്വസ്ത ദൈവമായ യഹോവേ, നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു അല്ലേ? നീ വിശ്വസ്തനായ ദൈവമായതുകൊണ്ടാണ് എന്നെ നീ വീണ്ടെടുത്തിരിക്കുന്നത് എന്ന് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്. 36-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കാൻ സാധിക്കുന്നു. എന്താ പറയുന്നത്? യഹോവേ, നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്തത മേഘങ്ങളോളവും. അപ്പോ നമ്മെ വിളിച്ചിരിക്കുന്നതായ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. അപ്പൊ ആ വിശ്വസ്തനായ ദൈവം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിക്കൊണ്ടിരുന്നിട്ട് പറയുകയാണ്, വിശ്വസ്തന്മാരുടെ എണ്ണം ഇരിക്കുന്നു, കുറഞ്ഞിരിക്കുന്നു. അപ്പൊ ജീവിതത്തില് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം, വിശ്വസ്തത ആചരിക്കുന്നവരായിരിക്കണം. സങ്കീർത്തനം 146-ാമത്തെ വാക്യം ഒരാളോട് വായിച്ചേ പോകട്ടെ. 146-ാമത്തെ വാക്യം ഉറക്കെ വായിച്ചേ. അവൻ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കി. അവൻ എന്നേക്ക് വിശ്വസ്ത കാക്കുന്നു. എല്ലാം ഉണ്ടാക്കി, തന്റെ വേലയിലെല്ലാം വിശ്വസ്തത എന്തിരിക്കുന്നു? ദൈവം കാണിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. തന്റെ വേലയിലൊക്കെയും ദൈവം വിശ്വസ്തത കാണിച്ചു. അവൻ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെ എന്ത് ചെയ്തു? ഉണ്ടാക്കി. അവൻ എന്നേക്കും വിശ്വസ്തത ചെയ്യുന്നു. നമ്മുടെ ചിന്താവിഷയം എന്താ? വിശ്വസ്തത കാണിക്കാൻ വിശ്വസ്തനായിരിക്കുക. എന്താ ചിന്താ വിഷയം?
ആ വിശ്വസ്തനായിരിക്കുക. നമ്മുടെ ജീവിതത്തിലൊക്കെയും നമ്മൾ വിശ്വസ്തനായിരിക്കുക. ഇവിടെ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു. എന്താ പറയുന്നത്? നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ ആകുന്നു, അവൻ അത് നിവർത്തിക്കും. നിങ്ങളെ വിളിച്ച് വർദ്ധിച്ചിരിക്കുന്നതായ ദൈവം എന്ന് പറയുന്നത് വിശ്വസ്തനാണ്. അവൻ എല്ലാ കാര്യങ്ങളിലും നിങ്ങളോട് കൂടെ നീയും വിശ്വസ്തത ആചരിക്കുക തന്നെ ചെയ്യുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുക, അല്ലെ? അതുകൊണ്ട് ജീവിതത്തിലെ കാലം നമ്മൾ ചെയ്യണം, വിശ്വസ്തയോടുകൂടി ജീവിക്കണമെന്ന് ദൈവത്തിന്റെ വചനം തീരുന്നു നമ്മെ പഠിപ്പിക്കുന്നു പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, നമ്മളെ കുറിച്ച് ചിന്തിക്കണം. ഞാൻ വിശ്വസ്തനാണോ? ദൈവീക കാര്യങ്ങളിൽ വിശ്വസ്തനാണോ? മറ്റുള്ളതായ കാര്യങ്ങളിൽ വിശ്വസ്തനാണോ? ഏത് കാര്യത്തിലാണ് ഞാൻ വിശ്വസ്തത ദൈവത്തോട് കാണിക്കുന്നത്? എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കുഞ്ഞു കാര്യമാണോ? അതിൽ ഞാൻ വിശ്വസ്തനാണോ എന്നതിനെ കുറിച്ച് എന്ത് ചെയ്യണം? ചിന്തിക്കണം, അല്ലേ? അപ്പോ ദൈവം വിശ്വസ്തന്മാരെ നോക്കിക്കൊണ്ടിരിക്കും. 1 Corinthians 1-ാമത്തെ വാക്യം പറയുന്നത്, 1 Corinthians 1-ാമത്തെ വാക്യം പറയുന്നത് അറിയാമോ? തന്റെ പുത്രന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാകുന്നു എന്നാണ്. നാം വിശ്വസ്തത കാണിച്ചില്ല എങ്കിൽ, നാം ചെയ്യുന്നതായ കാര്യങ്ങളിൽ നമ്മൾ വിശ്വസ്തത പാലിച്ചില്ല എങ്കിൽ, വിശ്വസ്തനായ ദൈവത്തിന്റെ സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്ന സാധ്യമല്ല, അല്ലേ? നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം, അതൊരു കുഞ്ഞു കാര്യമല്ലേ, അതിലിപ്പോ വിശ്വസ്തത കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ വിശ്വസ്തനായ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ ചെയ്യുന്നതായ പ്രവൃത്തികളില്, നിന്നെ ഏർപ്പെട്ടിരിക്കുന്ന പ്രവൃത്തികളില് നീ വിശ്വസ്തത പാലിക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ച് വിശ്വസ്തനായ ദൈവം ഇരിക്കുന്നു. നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നു ആ വിശ്വസ്തത കാണിക്കുക. എല്ലാ കാര്യങ്ങളിലും അവിശ്വസ്തരായിട്ട് മാറുകയാണ്. ദൈവം വിടത്തില്ല, അല്ലേ? ദൈവം നിന്നെ വിടത്തില്ല. അതുകൊണ്ട് നീ മനം തിരിയണം, നീ മാറി വരണം, ദൈവത്തിലേക്ക് ചെയ്യണം, മനസ്സ് വയ്ക്കണം. അന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം എന്നാണ്. അതുകൊണ്ട് ഇനിയുള്ളതായ നാളുകളില് വിശ്വസ്തത ആചരിക്കും, ഒക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളൊക്കെ എന്റെ മക്കള് അവര് വിശ്വസ്തയോടുകൂടി ചെയ്യുന്നുണ്ടോ എന്ന് ഓരോ കുഞ്ഞിനെയും ഒക്കൊണ്ടിരിക്കുക, ഓരോ മനുഷ്യനെയും കൊണ്ടിരിക്കുകയാണ്, നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ദൈവത്തിന്റെ വചനം പറയും. ദൈവം വിശ്വസ്തന്മാരെ തിരിക്കുന്നു, തിരയുന്നു, ഓരോരുത്തരും തിരയുക, അല്ലെ? ഓരോരുത്തരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്, മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആര് വിശ്വസ്തത ആചരിക്കുന്നു, ആര് വിശ്വസ്തനായി ജീവിക്കുന്നു എന്നതിനെ കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 1 Corinthians 4-ാം അധ്യായം 1-2 വാക്യം, 1 Corinthians 4-ാം അധ്യായം 1-2 വാക്യം വായിക്കുമ്പോൾ അവിടെ എന്താ പറയുന്നത്? ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമക്കളുടെ ഗൃഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തർ എണ്ണിക്കൊള്ളട്ടെ. ഗൃഹവിചാരകന്മാരെ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. നോക്കണം, എല്ലാവരും കേൾക്കട്ടെ ആ വാക്യം. ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തർ എണ്ണിക്കൊള്ളട്ടെ. ഗൃഹവിചാരകന്മാരെ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. നിങ്ങൾ ആരാ? ഞാൻ പറയും, ഞാൻ ഈ ദേശത്തിലെ ഒരു പ്രമാണിയാണ്, എനിക്ക് ധാരാളം സമ്പത്തുണ്ട്, എല്ലാവരെക്കാളും മിടുക്കനാണ് ഞാൻ, എല്ലാ കാര്യത്തിലും സമർത്ഥനാണ്. ദൈവത്തിന് എന്താ പറയുന്നത്? ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരാണ്, ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരാണ് നിങ്ങളെല്ലാവരും, അല്ലേ? ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുക. ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തർ എണ്ണിക്കൊള്ളട്ടെ. ഗൃഹവിചാരകന്മാരില് അന്വേഷിക്കുന്നതോ അവർ എന്തായിരിക്കണം? വിശ്വസ്തരായി. ചോദിക്കണമോ, നമ്മൾ വിശ്വസ്തരാണോ? ഞാൻ വിശ്വസ്തരുടെ ഗണത്തിൽ പെടുന്നുണ്ടോ എന്നൊക്കെ ചിന്തിക്കാം. ദൈവം വിശ്വസ്തന്മാരെ അന്വേഷിക്കുകയാണ്. പ്രിയമുള്ള ദൈവജനം, ദൈവം ഓരോ വ്യക്തികളെയും ഓരോ ദൗത്യം ഏൽപ്പിച്ചിട്ട് അവൻ ആ കാര്യത്തില് വിശ്വസ്തത ആചരിക്കുന്നു ചിന്തിക്കുന്നു, നോക്കിക്കൊണ്ടിരിക്കുക. വിശ്വസ്തന്മാരെ കാണാനില്ല, ദൈവത്തെ കാണുവാൻ സാധിക്കുന്നില്ല. വിശ്വസ്തന്മാരെ കാണാതാക്കുമ്പോൾ
എന്ത് ചെയ്യും? ദൈവം വേദന, ആ വേദന നോക്കണ്ടായി മാറും, ശാപമായി മാറും. അതുകൊണ്ട് ചെയ്യണം, ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരിക്കണം, വിശ്വസ്തന്മാർ ആയിരിക്കണം. ദൈവം വിശ്വസ്തന്മാരെ തിരയുകൊണ്ടിരിക്കുക അല്ലെ? മോശ ദൈവഗ്രഹത്തില് അവൻ വിശ്വസ്തനായിരുന്നു. മോശ ദൈവഗ്രഹത്തില് അവൻ വിശ്വസ്തനായിരുന്നു. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ പറയുകയാണ്, മോശ ദൈവഗ്രഹത്തില് അവൻ വിശ്വസ്തനായിരുന്നു. എന്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എന്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. വിശ്വസ്തനാകുന്നു. ദൈവത്തിന് നമ്മെ ഓർത്ത് പറയുവാൻ സാധിക്കണം. എന്താ? ഞാൻ വിളിച്ച് വേർതിരിച്ചതായ എന്റെ മകൻ, എന്റെ മകള്, അവളെ ഏർപ്പെട്ടതായ ശുശ്രൂഷ അല്ലെങ്കിൽ ജോലി അവൻ വിശ്വസ്തയോടുകൂടി ചെയ്യും. അത് നമ്മെ ഓർത്ത് ദൈവത്തിന് പറയുവാൻ സാധിക്കും. എന്താ? ഞാൻ എന്റെ മകനെ ഏൽപ്പിച്ചതായ ദൗത്യം അറിഞ്ഞിരിക്കുന്നു, ഭംഗിയായി ചെയ്തിരിക്കുന്നു. വിശ്വസ്തനായ എന്റെ മകൾ അല്ലെ, വിശ്വസ്തനായ എന്റെ മകൻ എന്ന് പറയുവാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ജീവിക്കുന്നുണ്ടോ? അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ കർത്താവിന്റെ വരവിൽ വരും കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഓരോരുത്തരും കണക്ക് കൊടുക്കേണ്ടത് അവനവന്റെ ദൗത്യം അവൻ ഭംഗിയായി ചെയ്തതായി. ഇവിടെ അതിനേക്കാളും വിശ്വസ്തനായ തീമോഥെയോസ് എന്ന് ആര് പറയുകയാണ്? അപ്പോസ്തലനായ പൗലോസ്. എല്ലാവരെക്കാളും വിടുക്കനും വിശ്വസ്തമായിരുന്നു ആര്? തീമോഥെയോസ് എന്ന് ആര് പറഞ്ഞു? അപ്പോസ്തലനായ പൗലോസ് പറയുക അല്ലേ? പറയുകയുണ്ട. എങ്ങനെയാണ്? വായിച്ചേ, ആ ഭാഗം വായിച്ചേ. അതിനേക്കാളും വിശ്വസ്തനായ തീമോഥെയോസ് 1 Corinthians 4-ാം അധ്യായം 16-17 വാക്യം വായിക്കുമ്പോൾ ആരെക്കുറിച്ച് പറഞ്ഞു? അപ്പോസ്തലനായ പൗലോസ് ആരെക്കുറിച്ച് പറഞ്ഞു? തീമോഥെയോസിനെ കുറിച്ച് പറഞ്ഞു. സഹപ്രവർത്തകനാണ് എങ്കിലും എല്ലാവരെക്കാളും മിടുക്കനാണ് ആര്? തീമോഥെയോസ്. വായിച്ചേ, ആ ഭാഗം വായിച്ചേ. ഇത് നിമിത്തം കർത്താവിൽ വിശ്വസ്തനും എന്റെ പ്രിയ മകനുമായ തീമോഥെയോസിനെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഞാൻ എങ്ങും ഏത് സഭയിലും ഉപദേശിക്കുന്നത് പോലെ ക്രിസ്തുവിലുള്ള എന്റെ വഴികളും അവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും. എല്ലാവരെക്കാളും വിശ്വസ്തനാണെന്നുള്ളതായ ആ ബഹുമതി ആ കൊടുത്തു. തീമോഥെയോസിനെ കൊടുത്തു അപ്പോസ്തലനായ പൗലോസ് അല്ലേ? നോക്കണം. അതുപോലെ നമ്മളെ കുറിച്ച് മാത്രമേ പറയാനൊക്കെ സാധിക്കണം. ഇന്ന ആള് കൊള്ളാം, നല്ല സ്വഭാവമുള്ളതാണ്, നല്ല വ്യക്തി, തന്നെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്ന ആ വ്യക്തി എന്ന് നമ്മളെ കുറിച്ച് പറയുവാനാണ് അല്ലേ? അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യം. ആരും മറന്നു പോകരുത്. വിശ്വസ്തന്മാരെ യഹോവ കാക്കുന്നു. വിശ്വസ്ത ആചരിക്കുന്നു. എന്തെങ്കിലും ചെയ്തു എന്നിരിക്കുന്നുണ്ട് അല്ലേ? എങ്ങനെയൊക്കെ ചെയ്തു കളഞ്ഞാൽ മതി. പക്ഷേ ദൈവം അങ്ങനെയല്ല. പിന്നെന്താ പറയുന്നത്? വിശ്വസ്തന്മാരെ യഹോവ കാക്കുന്നു. സങ്കീർത്തനം 31-ന്റെ 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്താ? വിശ്വസ്തന്മാരെ യഹോവ കാക്കുന്നു. അപ്പൊ വിശ്വസ്തന്മാർക്ക് എന്തുണ്ട്? പ്രതിഫലമുണ്ട് അല്ലേ? അതിശയ ഭാഗം വായിച്ചേ. യഹോവയുടെ സകല വിശുദ്ധന്മാരുമായി ഉള്ളവരെ അവനെ സ്നേഹിപ്പിൻ. യഹോവ വിശുദ്ധന്മാരെ കാക്കുന്നു. നോക്കണേ, യഹോവ വിശ്വസ്തന്മാരെ ആണ് കാക്കുന്നത്. അല്ലാതെ അവിശ്വസ്തത കാണിക്കുന്നവരല്ല അല്ലേ? അതിലും ഒരു കള്ളത്തരം കാണിക്കുന്ന വ്യക്തികളെ അല്ല. പിന്നെ അറിയാ വിശ്വസ്തന്മാരെ. ഇപ്പോ കർത്താവ് എല്ലാവരെയും നോക്കുകയാണ്. സ്വർഗത്തിൽ എല്ലാവരും നോക്കുകയാണ്. നോക്കുമ്പോ വിശ്വസ്തന്മാരാരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോ വിശ്വസ്തന്മാരെ കാണാനില്ല എന്നാണ് പറയുന്നത്. പക്ഷെ വിശ്വസ്തന്മാരാകണം ജീവിതത്തിൽ അല്ലേ? നമ്മുടെ ജീവിതത്തിൽ എല്ലാം അറിയണം. നമ്മൾ വിശ്വസ്തത ആചരിക്കുന്നവരായി മാറണമെന്ന് ദൈവത്തിന്റെ വചനം ചെയ്യുന്നു. നമ്മെ പഠിക്കും. വിശ്വസ്തന്മാർ ഭാഗ്യവാന്മാർ എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. വിശ്വസ്തന്മാർ ഭാഗ്യവാന്മാർ. വിശ്വസ്തന്മാരാണ് ഭാഗ്യവാന്മാർ. ഭാഗ്യവാന്മാർ അല്ലേ? നിങ്ങൾ വിശ്വസ്തത ആചരിക്കുമ്പോൾ ചിലർ നിങ്ങൾ ഉന്നയിക്കുകയും പരിഹസിക്കും. പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ അനുഗ്രഹമുള്ളവരാണെന്ന കാര്യത്തില് യാതൊരു സംശയമില്ല അല്ലേ?
വിശ്വസ്തന്മാർക്ക് ദൈവം വലിയൊരു പ്രതിഫലം കൊടുക്കും. എന്താണെന്നറിയാമോ പ്രതിഫലം? മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. അങ്ങനെയാകുന്നുവെങ്കിൽ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം അതിൽ ഒരു വലിയ സമ്മാനം, ഒരു ഗിഫ്റ്റ് നമുക്ക് തരികയാണ്. ജീവപര്യന്തം നമ്മൾ വിശ്വസ്തയായിരിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് തരുന്നതായ ഒരു വലിയ പ്രതിഫലം. മരണപര്യന്തം നീ വിശ്വസ്തയായിരിക്കണം. മരിക്കുന്നത് വരെയും നീ ആരാധിക്കണം, ദൈവത്തിന്റെ സന്നിധിയില് വിശ്വസ്തനായിരിക്കണം. അങ്ങനെയെങ്കിൽ ദൈവം നിനക്ക് തരുന്ന പ്രതിഫലം എന്താണ്? എന്താണ് തരുന്നത്? ജീവകിരീടം. മരണം വരെയും നീ വിശ്വസ്തത ആചരിക്കുമ്പോൾ ദൈവം നിനക്ക് തരുന്നതായ ഒരു സമ്മാനം എന്താ? ജീവകിരീടം. എത്ര പേർക്ക് പറയാൻ സാധിക്കും എനിക്ക് നിശ്ചയമായിട്ടും ജീവകിരീടം ലഭിക്കും എന്ന്? എത്ര പേർക്ക് പറയാൻ സാധിക്കും എനിക്ക് നിശ്ചയമായിട്ടും ജീവകിരീടം ലഭിക്കും? എന്താ? മരണം വരെയും ഞാൻ എന്ത് ചെയ്തു? വിശ്വസ്ത ആചരിച്ചു, അതുകൊണ്ട് ലഭിക്കും. പക്ഷേ ആചരിക്കാത്തവർക്ക് ഈ കിരീടം ലഭിക്കില്ല, ലഭ്യമായി തീരുകയില്ല. ജീവപര്യന്തം നീ വിശ്വസ്തത ആചരിക്കുന്നുവെങ്കിൽ ദൈവം നിനക്ക് തരുന്നതായ ഒരു പ്രതിഫലം, അതാണ് എന്തെന്ന് പറയുന്നത്? ജീവകിരീടം. അത് നിനക്ക് തരും. അല്ലേ? നാം അവിശ്വസ്തരായിരുന്നാൽ ദൈവത്തിന്റെയും വിശ്വസ്തത തന്നെ അല്ലേ? നാം അവിശ്വസ്തരായിട്ടിരുന്നാലും ദൈവം നിങ്ങളെ വിളിച്ചതായ ദൈവം എങ്ങനെയായിരിക്കും? വിശ്വസ്തൻ തന്നെയായിരിക്കും. എക്കാലം വിശ്വസ്തനായിരിക്കും ദൈവമാണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്, വിളിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വസ്തയാചരിക്കുന്നതിനായി ജീവിതത്തില് വിശ്വസ്തന്മാർക്ക് ധാരാളം അനുഗ്രഹങ്ങള്, പ്രതിഫലങ്ങൾ ദൈവം നൽകിയിരിക്കുന്നു. നൽകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കാൻ പ്രിയമുള്ളത്. അതിനാൽ ദൈവത്തിന്റെ സന്നിധിയില് ചുരുക്കം നാളുകളാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലെ? കർത്താവിന്റെ വരവാസനമായിരിക്കുന്ന ഈ കാലഘട്ടത്തില് നമ്മൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയില് വിശ്വസ്തരായിരിക്കണം. ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാൻ നമ്മൾ വിശ്വസ്തരാണോ? ദൈവകൽപ്പന അനുസരിക്കാൻ നമ്മൾ വിശ്വസ്തരാണോ? അല്ല. അല്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ജീവപര്യന്തം നമ്മൾ വിശ്വസ്തത ആചരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 14 ഭാഗം നമുക്ക് വായിക്കാം. വായിച്ചേ. 25-ാം അധ്യായം. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ചു തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തരെ അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്തു യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്നു വ്യാപാരം ചെയ്തു വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. 1 ലഭിച്ചവനോ പോയി നിലത്ത് ഒരു കുഴി കുഴിച്ചു. യജമാന്റെ ദ്രവ്യം മറച്ചു വെച്ചു. കാലങ്ങൾ കഴിഞ്ഞു. എന്ത് ചെയ്തു? യജമാൻ വരികയായി. എന്ത് ചെയ്തിരിക്കുന്നു? ബാക്കി വായിച്ചേ. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. കണക്ക് തീർക്കാൻ വേണ്ടി കണക്ക് തീർക്കാൻ യജമാനൻ കാര്യം ഒരാൾക്ക് എത്ര കൊടുത്തു? 5 കൊടുത്തു. ഒരാൾക്ക് എത്ര കൊടുത്തു? 2 കൊടുത്തു. പിന്നെ ഒരാൾക്ക് എത്ര കൊടുത്തു? 1 കൊടുത്തു. കണക്ക് തീർക്കാൻ വരികയാണ് യജമാനൻ. കണക്ക് തീർക്കാൻ വരികയാണ്. എന്നിട്ട് ചെയ്തു? 5 കൊടുത്തവരോട് ചോദിച്ചു. എന്താ പറഞ്ഞത്? 5 താലന്ത് ലഭിച്ചവൻ അടുക്കെ വന്നു വേറെ 5 കൂടെ കൊണ്ടുവന്നു. വ്യാപാരം ചെയ്ത് 5 കൊടുത്തവൻ ചെയ്തു. അവൻ വ്യാപാരം ചെയ്ത് 5 കൂടി ചെയ്തു കൊണ്ടുവന്നു. പിന്നെ യജമാനെ 5 താലന്തല്ലോ നീ എന്നെ ഏൽപ്പിച്ചത്. ഞാൻ 5 താലന്ത് കൂടി നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യജമാനൻ എന്താ പറഞ്ഞത്? അതിന് യജമാനൻ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളിക്ക് യോഗ്യമാണ്.
ദൈവം എല്ലാവരെയും നമ്മെ എല്ലാവരെയും വിശ്വസ്തനായിട്ട് കാണുകയാണ് അല്ലേ? എന്നാൽ നമ്മൾ ഇരിക്കുന്നു അവിശ്വസ്തരായിട്ട് ജീവിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം മറന്നു പോകരുത്. ദൈവം വിശ്വസ്തന്മാരെ തിരയുകയാണ്. പക്ഷെ കാണാനില്ല, വിശ്വസ്തന്മാരെ കാണാനില്ല. ഇവിടെ 5 താലന്ത് കൊടുത്തതായ വ്യക്തി ചെയ്തു, അവൻ 5 കൂടി നേടി. അവന് ദൈവത്തിന് നല്ല അഭിപ്രായം കേൾപ്പൊന്നൊക്കെ എന്താ പറയുന്നത്? വിശ്വസ്തമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. അതുകൊണ്ട് ഞാൻ നീയും അധികത്തിന് വിചാരകനാക്കും എന്ന് ആ ഒരു ശബ്ദം കേൾക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മെ കുറിച്ച് ദൈവത്തിന് പറയുവാൻ സാധിക്കുമോ? നിങ്ങളെ ഏൽപ്പിച്ചതായ ആ കുഞ്ഞു കാര്യം അത് നീ വിശ്വസ്തനോടുകൂടി ചെയ്തു. അപ്പോൾ നിന്റെ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളിക്ക് നിനക്ക് യോഗ്യത ഉണ്ടാകും അല്ലേ? ഇവിടെ 5 കൊടുത്തവൻ 5 കൂടി ചെയ്തു നേടി. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളിക്ക് യോഗ്യനായി മാറിയെന്ന് കാണുവാൻ 2 കൊടുത്തവനോട് എന്താ പറഞ്ഞത്? നോക്കാം, വായിക്കാം. 2 താലന്ത് ലഭിച്ചവന് അടുക്കൽ വന്നു, യജമാനനെ 2 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 2 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. 5 കൊടുത്തവനെയും അധികത്തിന് വിചാരകനാക്കി, 2 കൊടുത്തവൻ നേടി അവനെ ചെയ്തു അധികത്തിന് വിചാരകനാക്കി. എന്നാൽ 1 കൊടുത്തവന്റെ കാര്യം നോക്കാം. 1 കൊടുത്തവന്റെ കണക്ക് നമുക്ക് നോക്കാം. 1 താലന്ത് ലഭിച്ചവനോ അടുക്കൽ വന്നു, യജമാനനെ നീ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞു ഭയപ്പെട്ടു നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു. നീ വരുമ്പോൾ അത് അതുപോലെ എടുത്തു തരാൻ വേണ്ടി ഞാൻ ചെയ്തു മറച്ചു വെച്ചു. അപ്പോൾ എന്താ പറഞ്ഞത്? നിന്റെ നിന്നായി എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞു. അതിന് യജമാൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തടത്ത് കൊയ്യുകയും വിതറാത്തടത്ത് ചേർക്കുകയും ചെയ്യുന്ന എന്ന് അറിഞ്ഞുവല്ലോ. നീ എന്റെ ദ്രവ്യം പൊൻപായ്മക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു. എന്നാൽ ഞാൻ വന്ന് ഏറ്റത് പലിശയോട് കൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. നോക്കണം, ജീവിതത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കുക. നമ്മുടെ ചിന്താവിഷയം എന്താണ്? ജീവിതത്തിൽ വിശ്വസ്തരായിരിക്കുക നമ്മുടെ ചിന്താവിഷയം അല്ലേ? വിശ്വസ്തരായിരിക്കുമെങ്കിൽ ദൈവം നൽകും. ജീവപര്യന്തം നീ വിശ്വസ്തത ആചരിക്കുന്നു എങ്കിൽ നിനക്ക് ദൈവത്തിനായ പ്രതിഫലം ജീവകിരീടം അല്ലേ? അത് ലഭിക്കണമെങ്കിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ കുഞ്ഞു വേലകള് നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസ്തയോട് ചെയ്യാം. എന്താണ് നമ്മുടെ വാക്യം? ഇന്നത്തെ ആധാരവാക്യാണ്, യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ ഇരിക്കുന്നു. മനുഷ്യഭക്തന്മാർ കുറഞ്ഞിരിക്കുന്നു. യഹോവ വിശ്വസ്തന്മാരെ അന്വേഷിക്കുമ്പോൾ ഓരോരുത്തരും അന്വേഷിക്കുകയാണ്, വിശ്വസ്തന്മാരില്ല. എന്താ? രണ്ടും കുറഞ്ഞിരിക്കുന്നു. വിശ്വസ്തരാതിരിക്കുന്നവർക്ക് മനസ്സില്ല. അതുകൊണ്ട് ദൈവം ഓരോ വ്യക്തികളെയും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വസ്തന്മാരുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയതിനാല് ദൈവത്തിന്റെ ജനമേ, എനിക്ക് നിങ്ങളോട് പ്രഭാതത്തില് പറയാനുള്ളത്, ജീവിതത്തിൽ എന്ത് ചെയ്യണം? വിശ്വസ്തതയായിരിക്കണം. ഇതുവരെയും നമ്മള് ആ ഒരു മാർഗത്തിലേക്ക് വന്നിട്ടില്ലായിരുന്നു. തുടർന്നുള്ളതായ നാളുകളില് ഇനി അല്പകാലത്തെ ജീവിതം മാത്രമേ നമുക്ക് ഉള്ളൂ. ചുരുക്കം നാളുകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചുരുക്കം നാളുകളിൽ
നമ്മൾ വിശ്വസ്തയോടുകൂടി ജീവിച്ച് ദൈവത്തിന് മഹത്വം നൽകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.